ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ രാവിലെ തന്നെ അനുവിനെ ഒന്നും രണ്ടും കാര്യങ്ങൾ പറഞ്ഞ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പെഷ്യലി എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ലൈവിൽ രാവിലെ തന്നെ ഹൗസിലുള്ള കണ്ടസ്റ്റൻസിന് വേണ്ടിയുള്ള ഉപ്മാവൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് അനുവാണ്. അപ്പോൾ അതെല്ലാം ഏകദേശം കുളമായിട്ടുണ്ട്. അതിനകത്ത് കുറച്ചധികം തന്നെ ഉപ്പ് കൂടുതലാണ് എന്നുള്ള കാര്യങ്ങൾ ഹൗസിലുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട്. നാച്ചുറൽ അങ്ങനെ സംഭവിക്കാറുള്ളതാണ്. എന്തായാലും അനു പറയുന്നുണ്ട്, ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ഉപ്പൊന്നും നോക്കാറില്ല എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. എന്തായാലും അത് പറഞ്ഞ് അനുവിനെ ഒരുപാട് ആൾക്കാർ കളിയാക്കുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെ ആണെങ്കിലും അവർ ഉപ്പുമാവ് കൊള്ളില്ല, അത് പശ പോലെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണല്ലോ. എന്തായാലും നെവിനും അക്ബർ അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം തന്നെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെയാണെങ്കിലും അനുവിൻ്റെ ഒറ്റപ്പെടൽ സ്ട്രാറ്റജി വർക്കൗട്ട് ആക്കാതിരിക്കാൻ വേണ്ടി എന്നെ ഷാനവാസും അതിലേക്ക് തന്നെ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യമേ അവൾക്ക് തന്നെ കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ പറയും ഞാൻ നിങ്ങൾക്കെല്ലാം തന്നിട്ടാണ് ഞാൻ കഴിച്ചിട്ടുള്ളൂ, എനിക്ക് കിട്ടിയിട്ട് പോലും ഇല്ല എന്നുള്ളൊരു കരച്ചിൽ കാർഡൊക്കെ ഇറക്കും എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും പറയുന്നുണ്ട്. അതിനുശേഷം നോക്കുവാണെങ്കിൽ ഇവിടെ എല്ലാവരും ജീവിക്കാൻ വന്നതാണ്, ഞാനും ജീവിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നുള്ള രീതിയിൽ അനു പറയുന്നുണ്ട്. ഓ ഉവ്വ, ഞങ്ങളത് കണ്ടായിരുന്നു. ആദ്യ ദിനങ്ങളിൽ കരയില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് നാടകം കളിച്ചതും, അതേപോലെ തന്നെ പ്ലാച്ചീനെ വെച്ച് ഗെയിം കളിച്ചതും, അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ പാചക റാണിയായിട്ട് ഗെയിം കളിച്ചിട്ടുള്ളതും, അങ്ങനെയുള്ള നിൻ്റെ നാടകം മൊത്തം ഞാൻ കണ്ടതാണ് എന്നുള്ള രീതിയിൽ ഷാനവാസ് പറയുന്നുണ്ട്. ഓക്കെ, അതെല്ലാം ഞാൻ ഇവിടെ ജീവിക്കുന്നത് തന്നെയാണ്, അതെൻ്റെ ട്രാക്ക് പിടിച്ച് ഞാൻ അങ്ങനെ പോകുന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതല്ലാതെ ഞാൻ ഇവിടെ ഒരു ഗെയിമും കളിക്കാതെ മാറിയിരിക്കുന്നൊന്നും ഇല്ലല്ലോ ചില വാഴകളെ പോലെ എന്നുള്ള രീതിയിൽ ബാക്കിയുള്ള സാബുമാൻ അവിടെ ഇരിക്കുന്നുണ്ട്, നൂറെ അവിടെ ഇരിക്കുന്നുണ്ട്, ഇവരെല്ലാം കൂടെ കൂടിച്ചേർത്താണ് പറയുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. എന്തായാലും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു അടിയും കൂടെ അനു ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ടും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാനിവിടെ എങ്ങനെയാണെങ്കിലും ഗെയിം കളിക്കും, അതിപ്പം കരഞ്ഞിട്ടാണെങ്കിലും എൻ്റർടൈൻ ചെയ്തിട്ടാണെങ്കിലും കുക്ക് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ ലാലേട്ടൻ്റെ വായിരിക്കുന്നത് കേട്ടിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ തന്നെ ചെയ്യും എന്നുള്ള രീതിയിലാണ് അനു ലൈവിൽ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.